ഈ വില്ലേജ് അസിസ്റ്റന്റ് സുകുമാരൻ സാറ് ദാദാ എക്സ്ക്യൂസ് മീ. എന്താ? ഒരു വരുമാന സർട്ടിഫിക്കറ്റിന്റെ കാര്യം സംസാരിക്കാൻ വന്നതാ. ആർക്കാ? തനിക്കാണോ? അല്ല, എന്റെ പെങ്ങക്കാ. പെങ്ങള് വന്നിട്ടുണ്ടോ? ഇല്ല, ആപ്ലിക്കേഷൻ ഇവിടെ തന്നിട്ട് 2 ആഴ്ചയായി. ഓ, എന്താ പേര്? കീർത്തി. ഒരു എൻക്വയറി കൂടി നടത്താതെ സർട്ടിഫിക്കറ്റ് തരാൻ പറ്റില്ല. അതെന്താ? ഭൂസ്വത്തിന്റെ വരുമാനം ആപ്ലിക്കേഷനിൽ കാണിച്ചതിലും കൂടുതലുണ്ട്. നിങ്ങളാണോ ഫോർ യു ഫോർ എവർ എന്നുള്ള സ്ഥാപനം നടത്തുന്നത്? അതെ, ഞങ്ങൾ 2 ആളും കൂടിയാ. അപ്പൊ പാർട്ട്ണർഷിപ്പിലല്ലേ? അതെ. പക്ഷെ അത് ആപ്ലിക്കേഷൻ ഫോമിൽ കാണിച്ചിട്ടില്ല. സാറ് വെറുതെ മുട്ടാപ്പോക്ക് ന്യായം പറയില്ലേ സാർ? മുട്ടാപ്പോക്ക് ന്യായമൊന്നുമല്ല. നിങ്ങൾ അടുത്ത ആഴ്ച എങ്ങാനും വാ. സാർ, 2 ദിവസത്തിനകം സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ പിന്നെ പ്രയോജനമില്ല, അതുകൊണ്ടാ. അതൊന്നും എനിക്കറിയണ്ട. റീ എൻക്വയറി നടത്താതെ പറ്റില്ല. ഈ സർട്ടിഫിക്കറ്റ് എളുപ്പം കിട്ടാൻ ചില കുറുക്കുവഴികളുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. എന്നാ പിന്നെ ആ വയ്ക്കുക. അപ്പോ കൈക്കൂലി വന്നാലേ കാര്യം നടക്കൂ അല്ലേ? അതെല്ലാ സർക്കാർ ഓഫീസിലുള്ളതല്ലേ. നക്കാപ്പിച്ച ശമ്പളം കൊണ്ട് എന്താവാനാ? ഞങ്ങൾ കൈക്കൂലി തന്നില്ലെങ്കിലോ? എങ്കിൽ ചിലപ്പോൾ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലാന്നിരിക്കും. എങ്കിൽ പിന്നെ നമുക്ക് കാണാം. തന്റെ മേലിൽ ഇവിടെ തന്നെ വില്ലേജ് ഓഫീസറുണ്ട്. അതും അല്ലെങ്കിൽ അതിനും മേളിലത്തെ ആള്. കൈമടക്കാതെ കാര്യം നടക്കുമെന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. അനിയ, ഈ പ്രായം കഴിഞ്ഞാൽ ഞാനും വന്നത്. ഇപ്പോഴത്തെ ചോരത്തിളപ്പിൽ ഇങ്ങനെ ആവേശമൊക്കെ തോന്നും. ചോരത്തിളപ്പിന്റെ ആവേശം അല്ല സാറേ, നേരാൻ വഴിയെ കാര്യം നടക്കുമെന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. ഓ, എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. ഇതുപോലെ കുറെ എണ്ണത്തിന് ദിവസവും ഞങ്ങൾ കാണുന്ന. അവരെ പോലെ അല്ല ഞങ്ങള്. താൻ അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ. നമുക്ക് കാണാം. ഓ, കാണാം. പോടാ. അമര് വല്ല പ്രശ്നം ഉണ്ടാക്കുമോ സാർ? എന്തോന്ന് പ്രശ്നം ഉണ്ടാക്കാൻ? നമ്മൾ ആദ്യമായിട്ടല്ലോ ഇതുപോലുള്ളവരെ കാണുന്നത്. ഇവനങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. നീ വന്ന് വണ്ടി കയറി, നമുക്ക് പണി കൊടുക്കാം.
സാറിൻ്റെ ഫോൺ നമ്പർ ഒന്ന് പറയൂ സാർ. 9387739389. ഞങ്ങൾ അങ്ങോട്ട് കോൺടാക്ട് ചെയ്യാം സാർ. ഓക്കെ സാർ, താങ്ക് യു. എക്സ്ക്യൂസ് മീ സർ, സാറിനെ കാണാൻ ഒരാൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതെ, ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ടായിരുന്നു. അതിനെന്താ, വരൂ. ഓ ഇരിക്കൂ. ആ എന്റെ പേര് കർണനെന്നാ. അല്ലറ ചില്ലറ ബിസിനസ്സുകളായിട്ട് അങ്ങനെ കഴിഞ്ഞു പോകുന്നു. ഞാനിപ്പോൾ സിറ്റിക്കടുത്ത് ഒരു 8 സെന്റ് സ്ഥലം വാങ്ങി. ഭൂമി വാങ്ങി വെറുതെ ഇട്ടുകൊണ്ട് കാര്യമായില്ലല്ലോ. അതുകൊണ്ട് ബാങ്കിൽ നിന്ന് കുറേ ലോൺ സംഘടിപ്പിച്ച് കിട്ടണം. ചെറിയൊരു കൂര പണിയണം. എന്റെ കൊക്കിൽ ഒതുങ്ങുന്ന രീതിയിൽ കാര്യങ്ങൾ ഫിനിഷ് ചെയ്യണം. അന്വേഷിച്ചപ്പോൾ നിങ്ങളുടെ ഈ ഫോർ യു ഫോർ എവർ ബിൽഡിംഗ് കൺസ്ട്രക്ഷന്റെ കാര്യത്തിൽ തരക്കേടില്ലാത്ത സ്ഥാപനമാണെന്ന് അറിഞ്ഞു. അതെ, സിറ്റിയിലെ ലീഡിംഗ് കൺസ്ട്രക്ഷൻ കമ്പനികളിൽ ഒന്നാണ് ഫോർ യു ഫോർ എവർ. എന്നാ പിന്നെ എന്റെ സാമ്പത്തിക ശേഷിക്ക് അനുസരിച്ച് ഒരു വീട് എനിക്ക് പണിഞ്ഞു താ. റിക്വയർമെന്റ്സ് ഒക്കെ സിവിൽ എഞ്ചിനീയറുമായിട്ട് സംസാരിക്കണം. ബഡ്ജറ്റിനനുസരിച്ചുള്ള പ്ലാൻ അയാൾ ശരിയാക്കി തരും. ഇന്ന് ഏതായാലും എഞ്ചിനീയറെ കാണുന്നില്ല. വീടിന്റെ കാര്യമല്ലേ, മിസ്സുമായിട്ട് വന്ന് കാണുന്ന ബുദ്ധി. പരാതി പറച്ചിൽ ഒഴിവാകുമല്ലോ. അല്ല, നിങ്ങളുടെ ഈ സ്ഥാപനം ഒരു എൻസൈക്ലോപീഡിയ ആണെന്ന പുറത്തുള്ള സംസാരം. അതെ, സൂര്യന് താഴെയുള്ള ഒട്ടുമിക്ക വിഷയങ്ങളും ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പോ സിറ്റിയിൽ ഒരു വീട് വന്നാ എന്തിനും ഏതിനും ഇവിടേക്ക് ഓടി വരാല്ലേ? തീർച്ചയായും. ചെറിയൊരു എമൗണ്ട് മാസം അടച്ചാൽ മതി. പിന്നെ സാർ ഒന്നും അറിയണ്ട. വീട്ടിലേക്ക് ആവശ്യമുള്ളതൊക്കെ സമയാസമയം അങ്ങോട്ട് എത്തിച്ചിരിക്കും. ഏത് പാതിരയ്ക്ക് ഞങ്ങളെ വിളിക്കുകയും ചെയ്യാം. കുറച്ചും കൂടെ നേരത്തെ ഞാനിവിടെ എത്തേണ്ടതായിരുന്നു. എല്ലാത്തിനും ഒരു സമയം കാലമൊക്കെ ഉണ്ടല്ലോ. ആട്ടെ, നിങ്ങളിൽ ആർക്കാ സാഹിത്യവാസനയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞത്? ആര് പറഞ്ഞു? ആരോ അങ്ങനെ പറയുന്ന കേട്ടു. കൃഷ്ണൻ കുറച്ചൊക്കെ എഴുതാറുണ്ട്. ഓ, പത്രത്തിൽ ഇടയ്ക്കിടയ്ക്ക് ലേഖനങ്ങളൊക്കെ എഴുതാറുണ്ടല്ലേ? ഹേയ്, അത്രയ്ക്കൊന്നും പുരോഗമിച്ചിട്ടില്ല. ഈ ഇട്ടാവട്ടത്തിൽ കിടന്നുള്ള എഴുത്തൊക്കെ ഉള്ളൂ. ചേടാ, ഈ ചെറിയ കാര്യവും പുറം ലോകം അറിഞ്ഞു തുടങ്ങി. നിങ്ങളെ നാട്ടില് അത്രയ്ക്ക് പ്രശസ്തരല്ലേ? ഏതായാലും എഴുതാനുള്ള കഴിവുണ്ടെങ്കിൽ ആ കഴിവിനെ നശിപ്പിച്ചു കളയരുത്. എല്ലാവർക്കും കിട്ടുന്ന ഒന്നല്ലത്. അല്ല, കുടിക്കാൻ ചായ കോഫി? അയ്യോ, ഒന്നും വേണ്ട. ഇപ്പൊ തന്നെ സമയം വൈകി. അപ്പൊ വൈഫിനെയും കൂട്ടി ഉടനെ തന്നെ വരാം. കഴിവതും വരുന്ന ഞായറാഴ്ച തന്നെ. ഓക്കെ, വരട്ടെ. കാഹളം കരുണൻ. കാഹളം കരുണനോ? അതെ, പ്രൊഫസർ മേനോനെയും മക്കളെയും സമൂഹത്തിന് മുന്നിൽ തൊലിയുറപ്പിച്ച് നിർത്തിയത് ഇവന്റെ പത്രമാണ്. എന്നിട്ട് അയാൾ ഇവിടെ? അതെ, ഇപ്പൊ പുതിയ വേഷവുമായി വന്നതാ. ഇതിനു പിന്നിലും മറ്റെന്തോ ഉദ്ദേശമുണ്ടെന്ന് തോന്നുന്നു. അലക്സാണ്ടർ പേട്ടയുടെ വലം കൈയാള്. നമ്മളും പേട്ടയുടെ നോട്ടപ്പുള്ളികളായോടാ? പറയാൻ പറ്റില്ല. കരുണിന്റെ വരവ് അതാണ് വിളിച്ചു പോകുന്നത്. ദേവേനയുടെ എക്സാം കഴിയാറായി. നമുക്കൊന്ന് അവിടം വരെ പോവാം. ആ കുട്ടിക്ക് എന്തെങ്കിലും അപകടം പറ്റുമെന്ന് മനസ്സ് പറയുന്നു. നീ വാ. അല്ലാതെ അതുകൊണ്ട് തന്നെയാണല്ലോ പോകാൻ പോകുന്നത്? അതോ റൂട്ട് ക്ലിയർ ആക്കാനുള്ള പേപ്പറാണോ? ഹേ, വാടാ. അതേ മുതലാളി, അതിലൊരുത്തിന് സാഹിത്യവാസനയുണ്ട്. പത്രത്തിൽ എഴുതാറില്ലെന്ന് അവൻ പറഞ്ഞെങ്കിലും അതങ്ങോട്ട് വിശ്വസിക്കണ്ട. നമ്മൾ തേടുന്ന അജ്ഞാതൻ അവൻ തന്നെ. അവന്മാരിപ്പോ പുറത്തേക്ക് വരുന്നുണ്ട്. വിടരുതവനെ. എവിടെ പോകുന്നു, ആരെ കാണുന്നു, കൃത്യമായ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടണം. ഓക്കെ മുതലാളി. ആ വണ്ടി ഫോളോ ചെയ്യും. എക്സാം കഴിഞ്ഞിട്ടില്ലെന്നാണ് തോന്നുന്നത്. അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കാം.
മേനോൻ സാറിന്റെ കുടുംബത്തെ പേട്ട കുടുംബക്കാരെ വെറുക്കുന്ന സ്ഥിതിക്ക് നമ്മൾ മേനോൻ കുടുംബത്തിന്റെ മിത്രങ്ങളാവണോ? അല്ല, എന്തെങ്കിലും ആവശ്യം വന്നാൽ സഹായിക്കണം, അല്ലാതെ ഇടിച്ചു കയറി നമ്മൾ അങ്ങോട്ട് പോകുന്നത് ശരിയായ നടപടിയല്ല. അങ്ങനെ പറയാ ശ്രീ. പ്രൊഫസറുടെയും മക്കളുടെയും കഥകൾ അറിഞ്ഞപ്പോൾ തന്നെ എനിക്ക് അവരോട് സഹതാപം തോന്നിയതാ. ഇപ്പതേ യാദൃശ്ചികമായി അവർ നമ്മുടെ പരിചയക്കാരുമായി. നല്ല ആൾക്കാരെ എപ്പോഴായാലും തിരിച്ചറിയണം, അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും വേണം. ആ, ഈ പോക്ക് ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവസാനം നമ്മൾ അലക്സാണ്ടർ പേട്ടയുടെ ശത്രുക്കളാവുകയും ചെയ്യും, അയാളുടെ ആൾക്കാർ നമ്മളെ പിടിച്ച് ഒഴിച്ചിലും പിടിച്ച് നടത്തുകയും ചെയ്യും. അതിനുവേണ്ടി ത്യാഗം ചെയ്യുമ്പോൾ ആ പീഡനമൊക്കെ ഒരു സുഖാളിയാണ്. അയ്യോ, അതിനു വേണ്ടി എന്നുള്ള പദം ഒഴിവാക്കിയിട്ട് അവൾക്ക് വേണ്ടി ത്യാഗം ചെയ്തൽ എന്നാക്കി പറ. ആ, എന്നാ പിന്നെ അങ്ങനെ തന്നെ. അതിനിപ്പോ എന്താ? ആ, ഇത് വരുന്നുണ്ട് ആള്. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. 100% പ്രതീക്ഷിക്കാവോ? അത്രയ്ക്ക് പ്രതീക്ഷയില്ല. അത് ശരി, അപ്പൊ കിടപ്പ് അങ്ങനെയാണല്ലേ? അപ്പോ റാങ്ക് കിട്ടുമെന്ന് ഉറപ്പായി. ഇനി നമുക്ക് പറഞ്ഞ സ്ഥലത്തേക്ക് പോവാം. എന്തേ, തീരുമാനം മാറ്റിയോ? ഏയ് ഇല്ല, പോകാം. ആ, എന്നാ കയറിക്കോ. എല്ലാരും കൂടെ ഉള്ള ഒത്തുകളിയാ. അവളാള് മോശക്കാരിയല്ല. ഏതായാലും അവരെവിടേക്കാ പോണേന്ന് നമുക്ക് നോക്കാം. ഡാ, ആ വണ്ടിയുടെ പുറകെ വിട്. ദാ. നല്ല വേദനയുണ്ടല്ലേ? എന്നാലും ആ വണ്ടിക്കാരിടിച്ചിട്ടിട്ട് നിർത്താനങ്ങ് പൊയ്ക്കളഞ്ഞല്ലോ. കുറച്ച് സമയമായി അനുഭവിച്ച ആകാംക്ഷയ്ക്ക് വിരാമമിടുന്നു. അകത്ത് കയറി നോക്ക്, കാണാൻ വന്ന ആളാരാണെന്ന്. ഇയാളെ കാണാനാണോ നിങ്ങൾ എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചത്? ഞാൻ പോവാം. നിന്നെ, ഞങ്ങൾ പറയുന്നത് കേട്ടിട്ട് വേണമെങ്കിൽ പൊയ്ക്കോ. അലക്സാണ്ടർ പേട്ട എന്ന രാജവമ്പാലയുടെ ഉഗ്രവിഷം തീണ്ടി അനങ്ങാനാവാതെ കിടക്കുന്ന ഒരു മനുഷ്യനാണ് ശിവനിപ്പോ. കുറച്ചൊക്കെ വേണ്ടാത്ത പണികൾ ശിവൻ കാട്ടിയിട്ടുണ്ട്, അതറിയാം. പക്ഷേ ഇയാളിപ്പോൾ നല്ലൊരു മാറ്റത്തിന്റെ പാതയിലാണ്. അതിന്റെ ഭാഗമായി ശിവനൊരു പത്രസമ്മേളനം നടത്തുന്നുണ്ട്. അതിൽ 1-2 സത്യങ്ങൾ വെളിപ്പെടുത്താൻ പോകുന്നു. കോടതിയിൽ പോലും ശിവൻ പറയാത്ത സത്യങ്ങൾ. നിങ്ങളെ അലക്സാണ്ടർ പേട്ടയുടെ ഒത്താശയോടെ ശിവപുരം ബംഗ്ലാവിലേക്ക് കൊണ്ടുപോയത് ശിവന. അലക്സാണ്ടർ പേട്ടയുടെ മകൾ ആലീസിനെ പ്രഗ്നന്റ് ആക്കിയതും ശിവന. അതോടൊപ്പം ഒന്നുകൂടി വെളിപ്പെടുത്താൻ ഞാൻ ഒരുക്ക. കനലാട്ട നോവലിന്റെ യഥാർത്ഥ അവകാശി ദേവയാനിയ. അതിന്റെ അവകാശം ഉടമസ്ഥന് എന്നെ തിരിച്ചു തന്നേക്ക. ചെയ്ത തെറ്റിന് അത്രയ്ക്ക് അനുഭവിച്ചു കഴിഞ്ഞു ദേവയാനി. ആത്മാർത്ഥമായ പശ്ചാത്താപമാണ്. ഇത് കണ്ടില്ലെന്നടിക്കുന്നത് ശരിയല്ല. ഇയാളുടെ വാക്കുകളെ ഇതിലും എത്രയോ വിശ്വസിച്ചവളാ ഞാൻ. പത്രസമ്മേളനം നടത്തിയിട്ട് ഇനി എന്താ കാര്യം? നഷ്ടപ്പെട്ട എന്റെ മാനം തിരിച്ചു കിട്ടും. കിച്ചു, അധിക സമയം എനിക്ക് അവിടെ നിൽക്കാനാവില്ല. ഇയാളെ കാണുന്ന തന്നെ എനിക്ക് അറപ്പാ. വാ, നമുക്ക് പോവാം. ശരി, പോയിട്ട് വരാം. ചേച്ചി ഒന്ന് നിന്നേ. കനലാട്ട് നോവലിന്റെ കാര്യത്തില് എനിക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എങ്ങനെയാ ചേട്ടനൊരു നോവലിന്റെ അവകാശിയായതെന്ന്. ഇപ്പൊ ചിത്രം വ്യക്തമായി. സത്യം അറിയാതെ വീട്ടിൽ കയറുമെന്ന ചേച്ചിയെ എന്റെ അമ്മ ഒരുപാട് നോവിച്ചു. ക്ഷമിക്കണം ഞങ്ങളോട്. ചേട്ടൻ പറയുന്നതല്ലേ ഞങ്ങൾക്ക് വിശ്വസിക്കാനാവൂ. എന്നോട് ക്ഷമയാചിക്കുന്നതിന് പകരം ചേട്ടനെ അനിയത്തിയെന്ന് ഉപദേശിക്ക. ഇനി ഇത്തരം ക്രൂരത ആരോടും കാട്ടരുതെന്ന്, ശത്രുക്കളോട് പോലും.
ദേവേനെ ധൈര്യമായിരിക്കെ. അവനെ കൊണ്ട് ഞങ്ങൾ പത്രസമ്മേളനം നടത്തിക്കും. പത്രസമ്മേളനം നടക്കുമായിരിക്കും, പക്ഷേ സമയത്ത് അയാൾ വാക്കുകൾ പലതും വിഴുങ്ങും. പറയേണ്ടത് പലതും അയാൾ പറയില്ല. വാദിയെ പ്രതിയാക്കുന്ന മനസ്സാ കൂടുതൽ വിശ്വസിക്കണ്ട. അവന്റെ കളിയൊന്നും ഞങ്ങളുടെ അടുത്ത് നടക്കില്ല. ദേവേനെ നോക്കൂ. ആ ശ്രീ, നീ ദേവേനെ എത്രയും പെട്ടെന്ന് വീട്ടിലെത്തിക്കണം. എനിക്കൊരു ഇടം വരെ അത്യാവശ്യമായി പോകാനുണ്ട്. അതെവിടെ? അതൊക്കെ വന്നിട്ട് പറയാം. കയറും. രണ്ടും രണ്ടു വഴിക്കാണല്ലോ തിരിഞ്ഞത്. ആകെ കൺഫ്യൂഷനായല്ലോ. എന്തായാലും അച്ചായനൊന്ന് വിളിച്ചു നോക്കാം. ഇപ്പം മനസ്സിനൊരു സുഖം തോന്നുന്നുണ്ടോ? എന്തിന്? എന്തിനാന്നോ? ദേവയാനിയുടെ വീർപ്പിന്റെ ഫല ശിവൻ സ്വന്തമാക്കിയത്. നോവലിന്റെ അവകാശം അവകാശിക്ക് തന്നെ തിരികെ തരുമ്പോ സന്തോഷിക്കല്ലേ വേണ്ടത്? അതെനിക്ക് കഴിയില്ല ശ്രീ. നഷ്ടങ്ങൾ മാത്രം തന്നിട്ട് എന്നെ വിട്ടുപോയ നോവല കനലാട്ടം. അതിനി ഞാൻ കൈകൊണ്ട് തൊടില്ല. അതൊക്കെ ദേവയാനിയുടെ കാര്യം. പക്ഷേ ഞങ്ങൾ ഈ സംഭവം വാർത്തയാക്കാൻ തീരുമാനിച്ചിരിക്കുക. അങ്ങനെ ഇവിടെ ഒരുത്തിന് വലിയവനാവാൻ പാടില്ലല്ലോ. ശ്രീ, വണ്ടി എവിടെയെങ്കിലും ഒന്ന് ഒതുക്കി നിർത്താമോ? എന്തിനാ ദേവയാനി? അതൊക്കെ പറയാം. ആദ്യം വണ്ടി നിർത്ത്. ഓക്കേ. എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ആകെ ശൂന്യതയാണല്ലോ. വണ്ടി നിർത്തി കഴിഞ്ഞപ്പോ വാക്കുകൾക്ക് ക്ഷാമമായോ? നിങ്ങൾ എന്തിനാ ഞങ്ങൾ ഇങ്ങനെ സഹായിക്കുന്നേ? നിങ്ങളെ മാത്രമല്ല, സഹായം അഭ്യർത്ഥിക്കുന്നവരൊക്കെ ഞങ്ങൾ സഹായിക്കാറുണ്ട്. അതെനിക്കറിയാം. പക്ഷേ ഞങ്ങളുടെ കാര്യത്തിൽ അങ്ങനെയല്ലല്ലോ. എത്രയോ കാലമായി നിങ്ങൾ ഞങ്ങളെ സഹായിക്കുന്നു. പരിചയപ്പെടുന്നതിനും എത്രയോ മുമ്പേ. മനസ്സിലായില്ല. പരിചയപ്പെടുന്നതിന് മുമ്പ് ആരെ സഹായിച്ചെന്നാ? ശ്രീയല്ല, ശ്രീയുടെ കൂട്ടുകാരൻ കിച്ചു. എന്താന്ന് വെച്ചാ ദേവയാനി തെളിച്ചു പറ. ഞങ്ങളെ നിഴല് പോലെ പിന്തുടർന്ന് ഞങ്ങളെ സഹായിക്കുന്ന അജ്ഞാതൻ കിച്ചു ആണെന്നാ എന്റെ ഊഹം. കിച്ചുവിനോട് തന്നെ ഇത് നേരിട്ട് ചോദിക്കാനിരിക്കായിരുന്നു. പക്ഷേ ഇപ്പോ ഇങ്ങനൊരു സാഹചര്യം ഒത്തു വന്നപ്പോ കൂട്ടുകാരനോട് ചോദിക്കാന്ന് കരുതി. ശ്രീയോട് ചോദിക്കുന്നതും കിച്ചുവിനോട് ചോദിക്കുന്നതും ഒന്നുപോലെയല്ലേ? അത്രയ്ക്ക് ഫ്രണ്ട്ഷിപ്പ് അല്ലേ നിങ്ങൾ തമ്മില്? ഇനി എന്റെ ചോദ്യത്തിന് ഉത്തരം പറ.